ജനാധിപത്യം ഇന്ത്യയുടെ DNA ആണെന്നും ഒരു വിവേചനത്തിനും ഇന്ത്യയിൽ സ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നുവെന്ന് ആരോപണമുണ്ടല്ലോ എന്ന അമേരിക്കൻ മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തോടാണ് മോദിയുടെ പ്രതികരണം. അതേസമയം മോദിയുടെ മറുപടി വളരെ മോശമെന്ന് കോൺഗ്രസ് വിമർശിച്ചു. ജനാധിപത്യം ഇന്ത്യയുടെ DNA ആണെന്ന് പ്രതികരിച്ച മോദി ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തോടും മറുപടി നൽകി. ഒരു വിവേചനത്തിനും ഇന്ത്യയിൽ സ്ഥാനമില്ലെന്നാണ് മോദി പറഞ്ഞത്. 9 വർഷത്തിനിടയിലെ ആദ്യ വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യയിൽ വിവേചനമുണ്ടോ എന്ന ചോദ്യം മോദി നേരിട്ടത്. ലോകത്തെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യം എന്നവകാശപ്പെടുന്ന ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നെന്നും എതിരാളികൾ നിശബ്ദരാക്കപ്പെടുന്നെന്നും പരാതി ഉയരുന്നല്ലോ എന്നായിരുന്നു US മാധ്യമപ്രവർത്തകയുടെ ചോദ്യം. 2 തവണ അധികാരത്തിലെത്തിയിട്ടും ഒരു വാർത്താ സമ്മേളനം പോലും അഭിമുഖീകരിക്കാത്ത നേതാവ് ഇക്കുറി നിശബ്ദനായില്ല. ചോദ്യം അത്ഭുതപ്പെടുത്തുന്നതാണെന്നായിരുന്നു മോദിയുടെ മറുപടി. ജാതി, മതം, ലിംഗഭേദം എന്നിവയെ അടിസ്ഥാനമാക്കി ഒരു വിവേചനവും ഇന്ത്യയിലില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മാനുഷിക മൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാത്ത ഒരു രാജ്യവും ജനാധിപത്യം എന്ന വിശേഷണത്തിന് അർഹരല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പ്രധാനമന്ത്രിയുടെ ഉത്തരം ശരിയായില്ലെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. എന്തുകൊണ്ടാണ് മോദി ഇത്രയും ദുർബലമായ ഉത്തരം നൽകിയതെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനന്ദെ ചോദിച്ചു. ഗാന്ധിയുടെ സത്യാഗ്രഹവും രാജധർമ്മവും പിന്തുടർന്നിരുന്നെങ്കിൽ മോദിയുടെ ഗർജനം ആഗോളവേദിയിൽ മുഴങ്ങുമായിരുന്നു. തന്റെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ച് നെഞ്ചിടിപ്പോടെ പ്രധാനമന്ത്രി പ്രതികരിക്കുമായിരുന്നെന്നും സുപ്രിയ കൂട്ടിച്ചേർത്തു. അമേരിക്ക-ചൈന ബന്ധം പോലെയല്ല ഇന്ത്യ-US ബന്ധമെന്നാണ് ബൈഡന്റെ പ്രതികരണം. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരസ്പര ബഹുമാനമുണ്ട്. അതിന് കാരണം 2 രാജ്യങ്ങളും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്നതാണെന്നും ബൈഡൻ പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.